ഇപ്പോൾ നമ്മുടെ ഈ സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി ആയിരിക്കുന്ന ഡോക്ടർ തോമസ് വർഗീസ് അമേലച്ചൻ സംസാരിക്കുന്നു. വേദിയിലുള്ള അഭിമന്യരായ പിതാക്കന്മാരെ, യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ഭദ്രാസന ഭാരവാഹികളെ, സദസ്സിലുള്ള ആദരണീയരായ കോറപ്പിസ്കോപ്പന്മാർ, റമ്പാച്ചന്മാർ, സ്നേഹനിധികളായ വൈദികരെ, മലങ്കര സഭയുടെ വിവിധ കോണുകളിൽ നിന്ന് 92ാമത് രാജ്യാന്തര യുവജന സംഗമത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹോദരന്മാരെ, സഹോദരികളെ, എനിക്കേറെ കടപ്പാടോടുകൂടി മാത്രം ഓർക്കുവാൻ കഴിയുന്ന, കൃതജ്ഞതാപൂർവം മാത്രം നിൽക്കുവാൻ കഴിയുന്ന ഒരു വേദിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. മലങ്കര സഭയുടെ ഒരു സ്ഥാനി എന്ന എൻ്റെ യാത്രയിൽ എനിക്ക് കരുത്തായി, ആവേശമായി, ദർശനമായി കൂടെ നിന്ന ഒരേ ഒരു ആത്മീയ പ്രസ്ഥാന ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനമാണ്. ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയായി തുടങ്ങി അതിന് ഡിസ്ട്രിക്ട് ഓർഗനൈസറായി പ്രവർത്തിച്ച് ഭദ്രാസനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗമായി വിവിധ തലങ്ങളിൽ ഈ പ്രസ്ഥാനം നൽകിയ ദിശാബോധവും ഈ പ്രസ്ഥാനം പകർന്നു തന്ന ആവേശവും ഈ പ്രസ്ഥാനം നൽകിത്തന്ന സഭയെപ്പറ്റിയും ക്രിസ്തുവിനെപ്പറ്റിയുള്ള ബോധ്യവുമാണ് ഇങ്ങനെ നിൽക്കുവാൻ എന്നെ പര്യാപ്തനാക്കിയത് എന്നോർത്ത് വളരെ കൃതജ്ഞതാപൂർവമാണ് ഈ സമ്മേളനത്തിന് ഞാൻ ആശംസകൾ അർപ്പിക്കുന്നത്. വളരെ മഹത്തായ ഒരു ചിന്താവിഷയമാണ് ഈ ക്യാമ്പിനെ ഏറെ ശ്രദ്ധേയമാക്കി മാറ്റുന്നത്. ക്രിസ്തുവേശുവിലുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റിയാണ് ഈ ദിനങ്ങളിൽ നാം കൂട്ടായി ചിന്തിക്കുന്നത്. പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നോതിയ കവിഭാവനകളുടെ മണ്ണിലാണ് നാം ക്രിസ്തു പകരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വിവിധ തലങ്ങളെപ്പറ്റിയുള്ള അന്വേഷണം ആരംഭിക്കുന്നത്. അത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യുവത സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുമ്പോൾ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ വേണ്ടി ഏറെ വില കൊടുക്കേണ്ടി വന്ന ഒരു സഭയുടെ പുത്രന്മാരായ നമ്മൾ എന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ വിലയെന്നും അതിൻ്റെ മഹത്വമെന്നും വീണ്ടും ഒരിക്കൽ കൂടി തിരിച്ചറിയുന്നതും ഉറപ്പിക്കുന്നതും ഏറെ നന്നായിരിക്കും. കാരണം ക്രിസ്തു നമുക്ക് നൽകിയ, ക്രിസ്തു തൻ്റെ സ്വരൂപവും സാദൃശ്യവും നൽകുക വഴി നമുക്ക് നൽകിയ ഏറ്റവും വലിയ വരദാനം ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പങ്കാളിത്തം വഹിക്കുക എന്നതാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഘടനകൾ, യഥാർത്ഥമായ സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നുണ്ടോ എന്നുള്ളത് നാം അഭിമുഖീകരിക്കുന്ന ഒരു വർത്തമാനകാല പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധികളുടെ നടുവിലാണ് എന്താണ് ക്രിസ്തു നമുക്ക് നൽകുവാൻ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം എന്നതിനെ പറ്റിയുള്ള സത്യസന്ധമായ അന്വേഷണത്തിന് ഇവിടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഈ സമ്മേളനം തുടക്കം കുറിക്കുന്നത്. കാരണം സ്വാതന്ത്ര്യം, ക്രിസ്തു ഒറ്റക്കാര്യമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ സത്യത്തിൻ്റെ തിരിച്ചറിയലാണ് സ്വാതന്ത്ര്യം. നമ്മൾ ഇന്നത്തെ തലമുറയിൽ പരിചയപ്പെടുന്നത് പോലെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാനും ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുവാനും ഇഷ്ടമുള്ളിടത്തേക്ക് പോകുവാനും കഴിയുന്ന ഒരു നിയോ ലിബറൽ നിർമ്മിതിയല്ല സ്വാതന്ത്ര്യം. ക്രിസ്തു നമ്മോട് ഓർമ്മിപ്പിച്ചത് സത്യത്തിൻ്റെ തിരിച്ചറിവ് മാത്രമാണ് സ്വാതന്ത്ര്യം. ഏദൻ തോട്ടമാണ് മനുഷ്യന് പറുദീസ തുല്യമായി നൽകിയത്. ഏദൻ തോട്ടത്തിലാണ് മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ, ഏദൻ തോട്ടം നിർമ്മിച്ചപ്പോൾ അതിന് നടുവിലൊരു വൃക്ഷവും ആ വൃക്ഷത്തിനൊരു ഫലവും, ആ ഫലം ഭക്ഷിക്കരുത് എന്ന കൽപ്പനയും ഉണ്ടായിരുന്നു. ആ ഫലം ഭക്ഷിക്കരുതെന്നുള്ള കൽപ്പന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം ഇറ്റ്സ് എ റെസ്പോൺസിബിൾ ഫ്രീഡം. അപ്പോൾ ആ പദം സ്വാതന്ത്ര്യം എന്ന ഈ വർത്തമാനകാല ആഗോളവൽക്കരണ നിയോ ലിബറൽ സംവിധാനങ്ങൾ പരിചയപ്പെടുന്ന തേനിൽ ചാഴിച്ച വാക്കുകളെ മാത്രം എൻ്റെ സഹോദരങ്ങൾ പരിചയപ്പെട്ടാൽ പോരാ. ക്രിസ്തു വിളംബരം ചെയ്യുന്ന ഉത്തരവാദിത്വമുള്ള സ്വാതന്ത്ര്യം, റെസ്പോൺസിബിൾ ഫ്രീഡം എന്ന തലത്തിലേക്ക് നാം ഉയരേണ്ടതുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഈ സ്വാതന്ത്ര്യം നമുക്ക്, നമ്മുടെ യുവതയ്ക്ക്, അത് ജെൻസി ആയാലും മറ്റേത് പേരിട്ട് വിളിച്ചാലും
ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയാത്തതിൻ്റെ കാരണം വി ആർ ഇൻ ദ ബോണ്ടേജ് ഓഫ് നറേറ്റീവ്സ്. ഈ ലോകം ഇന്ന് നറേറ്റീവ്സിൻ്റെ ലോകമാണ്. എന്താണ് നറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ? ആർക്കും അത് പുതിയ പദമല്ല, അതൊരു നിർമ്മാണമാണ്, അതൊരു കഥന ശൈലിയാണ്. നമ്മളിന്ന് ചിലതിനെ നിർമ്മിക്കുകയാണ്, അതിനെ സത്യമെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. നമുക്ക് ചരിത്രം പഠിക്കുന്നുണ്ടല്ലോ, സഭാചരിത്രവും ലോകചരിത്രവും രാഷ്ട്രീയ ചരിത്രവും ഒക്കെ നമ്മൾ പഠിക്കുന്നവരാണല്ലോ. പലരും പലതിനെയും നിർമ്മിക്കുകയാണ്. അതിന് ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ല, ദൈവശാസ്ത്രവുമായി ഒരു ബന്ധവുമില്ല. ഇല്ലാത്ത പലതിനെയും നിർമ്മിച്ചിട്ട് അതിനെ ഒരു നറേറ്റീവ്സായിട്ട് അവതരിപ്പിക്കുകയാണ്. ചിലർ വന്ന് നമ്മോട് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ കേസുകൾ നടത്തുന്നത്? ഒരു നറേറ്റീവാണ്. പക്ഷെ കേസുകൾ തുടങ്ങിയത് ആരാണ് കേസുകൾ കൊണ്ടു നടന്ന ചരിത്രത്തിലേക്ക് ആരുടെയും നയനങ്ങൾ പോകുന്നില്ല. അങ്ങനെ പല പല നറേറ്റീവ്സും ഇവിടെ നിർമ്മിക്കുക. ചിലർ വന്ന് സ്വയമായി ചില പദവികൾ അങ്ങ് നിർമ്മിക്കുകയാണ്. എന്നിട്ട് ചില ഫോട്ടോകളൊക്കെ ചേർത്ത് വെച്ചിട്ട് ഞാൻ ഇത്രാമത് സ്ഥാനിയാണ് എന്നങ്ങ് സ്വയം പ്രഖ്യാപിക്കുക. ഫോട്ടോകൾ എളുപ്പത്തിൽ ചേർത്ത് വെക്കാം, നല്ലൊരു ഫോട്ടോഗ്രാഫി സ്കില്ലുണ്ടായാൽ മതി. പക്ഷെ ചരിത്രത്തിൽ അവർ അത്ര ചേർന്ന് നിൽക്കുന്നവരല്ല. അവരുടെ നിലപാടുകൾ വിഭിന്ന ധ്രുവത്തിലുള്ളതാണ്. അവർക്ക് ഒരിക്കലും ചേരാൻ കഴിയാത്ത നിലപാടുകളുള്ളവരാ. പക്ഷെ അവരെയൊക്കെ എത്ര വേഗം ചേർത്തിട്ടാണ് ഈ നറേറ്റീവ്സിനെ, ഈ ആഖ്യാന ശൈലികളെ രൂപപ്പെടുന്നത്. അതിൻ്റെ മുന്നിൽ അതാണ് സത്യം എന്ന് തിരിച്ചറിയുന്ന ഒരു തലത്തിലേക്ക് വരുമ്പോൾ നാം കൈവരിക്കേണ്ട സ്വാതന്ത്ര്യം എന്താ? നാം കൈവരിക്കേണ്ട സ്വാതന്ത്ര്യം നമുക്ക് സ്വന്തമാകേണ്ടത് ഒരു പുനർവായനയിലൂടെ മാത്രമേ ഉള്ളൂ. അതിനാണ് റീഡ്, റീഇൻറ്റർപ്രറ്റ് ആൻഡ് റീവിസിറ്റ് എന്ന 3 മനോഹര പദങ്ങൾ നാം ഉപയോഗിക്കേണ്ടത്. ഒരു പുനർവായനയും ഒരു പുനരന്വേഷണവും ഒരു പുനർവ്യാഖ്യാനവും നമുക്ക് ആവശ്യമാണ്. സത്യത്തിൻ്റെ വിശുദ്ധിയിലേക്ക്, സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. എൻ്റെ യുവത, എൻ്റെ സഹോദരന്മാർ, ഈ ലോകത്തിൽ കാണുന്ന ഈ നറേറ്റീവ്സിൻ്റെ, അതിൽ പൊളിറ്റിക്കൽ ഡ്രാമാസ് ഉണ്ട്, സ്പിരിച്വൽ ഡ്രാമാസ് ഉണ്ട്, അങ്ങനെ പല നറേറ്റീവ്സിൻ്റെ നടുവിൽ എന്താണ് സത്യം എന്ന് കണ്ടെത്തുവാൻ, സത്യത്താൽ ശുദ്ധി വരുത്തുവാൻ, സത്യത്താൽ സ്വാതന്ത്ര്യം കൈവരിക്കുവാൻ, സത്യത്തിന് വേണ്ടി പ്രാണം ത്യാഗം ചെയ്ത രക്തസാക്ഷികളുടെ സഭയിൽ സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുവാൻ ഈ കോൺഫറൻസിലൂടെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കും. അച്ഛൻ്റെ നല്ല വാക്കുകൾക്കായി നന്ദി അറിയിക്കുന്നു.